തങ്കലാൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ചിയാൻ വിക്രമിനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. സാധാരണഗതിയിൽ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ കലി വരേണ്ടതാണ്. തമിഴ്നാട്ടിൽ അജിത്തിനും സൂര്യക്കുമുള്ള ഫാൻ ബേസ് നിങ്ങൾക്കില്ലല്ലോ എന്നായിരുന്നു വിക്രമിനോടുള്ള ചോദ്യം. ചിരിച്ചുകൊണ്ടാണ് വിക്രം അതിന് മറുപടി കൊടുത്തത്. അത് ഇങ്ങനെയായിരുന്നു: സാർ, എൻ്റെ ആരാധകരെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അതിനുള്ള തെളിവ് കാണണമെങ്കിൽ തിയേറ്ററിലേക്ക് വരൂ. എല്ലാ സിനിമാ ആരാധകരും തൻ്റെയും ആരാധകരാണ്. ടോപ്പ് 3, ടോപ്പ് 4, ടോപ്പ് 5 എന്നിങ്ങനെയുള്ള അളവുകോലൊന്നും അതിലില്ല. ആരാധകർ മാത്രമല്ല, സാധാരണ പ്രേക്ഷകരുമുണ്ട്. നിങ്ങൾ എന്തായാലും തിയേറ്ററിലേക്ക് വരുമല്ലോ. നിങ്ങളുടെ നമ്പർ എൻ്റെ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കാൻ മറക്കരുത്. ഇത് കഴിഞ്ഞ് സംസാരിക്കാം. ഇതേ ചോദ്യം ഒരു ദിവസം നിങ്ങൾ ആ താരങ്ങളോട് ചോദിക്കും. തങ്കലാൻ ഇന്ത്യൻ സിനിമയ്ക്ക് പാരഞ്ജിത്തിൻ്റെയും വിക്രമിൻ്റെയും സംഭാവനയാണ്. കോലാറിലെ സ്വർണ്ണഖനി എന്ന് നമ്മൾ ഇതിനു മുമ്പ് കേട്ടത് KGF-ലൂടെയാണെങ്കിൽ വീണ്ടും അതേ മണ്ണിൽ നിന്ന് മറ്റൊരു കഥ പറയുകയാണ് പാരഞ്ജിത്ത്. വിക്രം അത്രയും ധൈര്യത്തോടെ തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അത് പാരഞ്ജിത്ത് എന്ന പേരാണ്. കഴിഞ്ഞ 12 വർഷമായി തമിഴ് സിനിമയിലെ മുഖ്യധാരാ സംവിധായക നിരയിൽ ആ പേരിങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ, അധസ്ഥിതൻ്റെ, ദളിതൻ്റെ നാവായി സിനിമ എന്ന മാധ്യമത്തെ ടൂളാക്കുന്ന സംവിധായകൻ. ആരും കാണാതെ പോകുന്ന സിനിമയെടുത്ത് രാഷ്ട്രീയം പറയുന്നവനല്ല. കൊമേഴ്സ്യൽ സിനിമയിലേക്ക് തനിക്ക് പറയാനുള്ളത് അതുപോലെ ഉൾച്ചേർക്കുന്ന എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും. ചെന്നൈയിലെ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ബിരുദം നേടിയ രഞ്ജിത്തിൽ കോളേജിലേക്കും തിരിച്ചുമുള്ള തൻ്റെ യാത്രകളാണ് സിനിമാ ആശയങ്ങൾ മുളപ്പിച്ചെടുത്തത്. കോളേജ് പഠനകാലത്ത് അദ്ദേഹം ഫിലിം ചേംബറിൽ ചേരുകയും ലോക സിനിമ കാണാൻ തുടങ്ങുകയും ചെയ്തു. സിനിമയെക്കുറിച്ചുള്ള രഞ്ജിത്തിൻ്റെ ചിന്തകളിൽ മാറ്റം വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് സിനിമ ചെയ്യണമെന്ന ചിന്ത മനസ്സിലങ്ങനെ കൂടുതൽ കിടന്ന് തിളക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 2006-ൽ സംവിധായകൻ ശിവ ഷൺമുഖനൊപ്പം അസിസ്റ്റൻ്റായി രഞ്ജിത്ത് എത്തുന്നത്. അങ്ങനെ സിനിമയിലേക്ക് ഔദ്യോഗിക എൻട്രി. തങ്കപ്പൻ സ്വാമി എന്ന ചിത്രത്തിലായിരുന്നു അത്. പിന്നെ ലിംഗുസ്വാമി, വെങ്കട് പ്രഭു എന്നിങ്ങനെ അധികാരോടൊപ്പം സഹസംവിധായകനായി. 2011 ആയപ്പോഴേക്കും സ്വന്തമായി ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹം രഞ്ജിത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ തിളക്കാൻ തുടങ്ങി. അങ്ങനെ സുഹൃത്തായ മണി വഴി നിർമ്മാതാവായ CV കുമാറിനെ പരിചയപ്പെടുന്നു. രഞ്ജിത്ത് മനസ്സിൽ കൊണ്ടു നടന്ന കഥ CVയോട് പറഞ്ഞു. അങ്ങനെ 1.75 കോടിയിൽ 50 ദിവസം കൊണ്ട് അട്ടകത്തി പൂർത്തിയായി. ചെറിയ സിനിമയായി തുടങ്ങിയ അട്ടകത്തി സ്റ്റുഡിയോ ഗ്രീൻ വിതരണാവകാശം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടെ വലുതായി. 2012 ഓഗസ്റ്റ് റിലീസ് ചെയ്ത ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. വേറൊന്നുകൂടി സംഭവിച്ചു. അടുത്ത സിനിമ ഗ്രീൻ സ്റ്റുഡിയോസ് രഞ്ജിത്തുമായി തന്നെ കരാർ ഒപ്പുവെച്ചു. അതാണ് തമിഴ് സിനിമയുടെയും പാരഞ്ജിത്തിൻ്റെയും തലവര മാറ്റിയ മദ്രാസ്. അതേ ഗ്രീൻ സ്റ്റുഡിയോസാണ് തങ്കലാനും നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതൊരു തീപ്പൊരി ഐറ്റം. സൂപ്പർ സ്റ്റാർ രജനിയെ നായകനാക്കി കബാലി. സൂര്യ നായകനാക്കി ചിത്രം ഒരുക്കാനായിരുന്നു രഞ്ജിത്തിൻ്റെ പ്ലാനെങ്കിലും നീണ്ടുപോയതോടെ കബാലി തുടങ്ങി. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും ആദ്യ ദിന കളക്ഷനിൽ കബാലി ചരിത്രം കുറിച്ചു. പിന്നെയും രജനിയോടൊപ്പം കാല. കബാലിയെ പോലെ തന്നെ നിരൂപകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ഇതിനും ലഭിച്ചത്. അങ്ങനെ നീണ്ടുപോയ സൂര്യപടം വീണ്ടും ഓണാക്കാൻ രഞ്ജിത്ത് തീരുമാനിച്ചു. അങ്ങനെ മദ്രാസിൻ്റെ സമയത്ത് എടുക്കാൻ തീരുമാനിച്ച സർപ്പട്ട പരമ്പര ചെയ്യാമെന്ന് വെച്ചു. എന്നാൽ മറ്റു സിനിമകൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ സൂര്യ പിന്മാറി. അങ്ങനെ ആര്യയിലെത്തി. കോവിഡ് കാരണം ചിത്രീകരണം നീണ്ടുപോയി. തിയേറ്റർ റിലീസും തുടർന്ന് അത് ആമസോൺ പ്രൈം വീഡിയോയിൽ 2021 ജൂലൈ 22 റിലീസ് ചെയ്തു. 2022 വിക്ടിം എന്ന ആന്ത്രോളജി സീരീസിൻ്റെ ദമ്മം എന്ന എപ്പിസോഡ് രഞ്ജിത്തിൻ്റെതായി എത്തി. 2022 ഓഗസ്റ്റ് 31 നക്ഷത്രം നഗർഗിരത് എന്ന ചിത്രവുമായി പാരഞ്ജിത്ത് വീണ്ടും വന്നു. ഈ ചിത്രം നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും നല്ല അവലോകനങ്ങൾ നേടി. പിന്നെ തങ്കലാനും കൊണ്ടുള്ള വരവായിരുന്നു. അതൊരു ബ്രഹ്മാണ്ഡ വരവാണ്. എന്തുകൊണ്ട് പാരഞ്ജിത്ത്? വെറും 12 വർഷം കൊണ്ട് പാരഞ്ജിത്ത് എന്ന സംവിധായകൻ തമിഴ് സിനിമയിൽ ഉണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജാതിയും രാഷ്ട്രീയവും അവരുടെ ജീവിതവും തമിഴ് സിനിമയുടെ മുന്നിലും മധ്യത്തിലും അദ്ദേഹം സ്ഥാപിച്ചു. അതീശ സവർണ കഥാപാത്രങ്ങളെയും ഫ്യൂഡൽ സമൂഹത്തെയും അവർ അധിവസിക്കുന്ന അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ സാധാരണമായിരുന്ന ഒരിടത്താണ് പാരഞ്ജിത്ത് പുതിയ വഴി വെട്ടി തുറന്നത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ 1990കളിലും 2000ത്തിലും തമിഴ് സിനിമ ഒരു പ്രബല ജാതിയെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ പുറത്തെടുക്കുകയായിരുന്നു. ജാതിയെ ന്യായീകരിച്ച് നിരവധി സിനിമകളാണ് സ്ക്രീനിലെത്തിയത്. ഈ സിനിമകൾ സമൂഹത്തിൽ ആഴത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തെക്കൻ പടിഞ്ഞാറൻ ജില്ലകളിൽ സാമൂഹികമായും രാഷ്ട്രീയമായും പ്രബലമായ ഓരോ ജാതികൾക്കും അവരുടേതായ സ്ക്രീൻ നായകന്മാർ വരെയുണ്ടായി. ഇതിനെ മാറ്റിയെഴുതുക എന്നത് ഒരു ഉത്തരവാദിത്തമായി പാരഞ്ജിത്ത് കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ദളിത് ആൺകുട്ടികൾ ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ മനഃപൂർവ്വം തെരഞ്ഞെടുക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന തമിഴ്നാട്ടിലെ നടകക്കാതൽ ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം ധൈര്യത്തോടെ തിരിച്ചടിച്ചു. സിനിമകളിലൂടെ നല്ല ഉച്ചത്തിൽ അത് വിളിച്ചു പറയുകയും ചെയ്തു. അടിച്ചമർത്തപ്പെട്ടവൻ്റെ, ദളിതൻ്റെ ശബ്ദങ്ങൾക്ക്, ജാതി വിവേചനത്തിൻ്റെ മുറിവുകൾക്ക് സ്ക്രീനിൽ ഇടം നൽകി. ബീഹാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജാതി വിരുദ്ധ രാഷ്ട്രീയത്തിൽ പ്രതിജ്ഞയെടുക്കുന്ന ഉറച്ച ദളിത് കഥാപാത്രങ്ങളെ അദ്ദേഹം സ്ഥിരമായി അവതരിപ്പിക്കുന്നതും കാണാം. ഇത് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം നിർമ്മിച്ച സിനിമകളുടെ പേര് മാത്രം മതിയാകും. പരിയേറും പെരുമാൾ, ഇരണ്ടാം ഉലകപ്പോരിൻ കടൈസി ഗുണ്ട്, റൈറ്റർ, സേതുമാൻ, ബൊമ്മൈ നായകി, ബ്ലൂ സ്റ്റാർ, ജെ ബേബി. സ്ക്രിപ്റ്റ് കൊണ്ട് മാജിക് തീർക്കുന്ന ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് പാരഞ്ജിത്ത്. സിനിമാ പഠിതാക്കൾക്ക് അതൊരു പാഠപുസ്തകമാണെന്നാണ് പറയപ്പെടാറ്.
അങ്ങനെ എഴുതി വെച്ചത് സമർത്ഥമായി ആഖ്യാനം ചെയ്യാനും രഞ്ജിത്തിന് ആവുന്നുണ്ട്. നോക്കൂ, മദ്രാസ് രചയിതാവും സംവിധായകനുമായ രഞ്ജിത്ത് തൻ്റെ സ്ക്രിപ്റ്റിനാണ് മുൻഗണന നൽകിയത്. അത് പ്രേക്ഷകരെ നേരിട്ട് ആകർഷിക്കുന്നു. സത്യസന്ധമായ എഴുത്തിൻ്റെയും ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളുടെയും വിജയമാണത്. പരീക്ഷണം എന്ന വാക്ക് രഞ്ജിത്ത് എന്നതുകൂടി ഉൾപ്പെട്ടതാണ്. നക്ഷത്രം നഗരരുത്, അട്ടക്കത്തി, തങ്കലാൻ, ആ ഫിലിമോഗ്രാഫി നോക്കൂ. മറ്റാരുണ്ട് ഇതുപോലെ? തൻ്റെ സിനിമയിൽ ഒരു സംവിധായകന് അത്രമേൽ വിശ്വാസമുള്ളത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുവരെ കണ്ട സിനിമാ മാതൃകളെ പൊളിച്ച സംവിധായകൻ കൂടിയാണ് രഞ്ജിത്ത്. വലിയ ആരാധക വൃന്ദമുള്ള മുഖ്യധാര നടന്മാർക്കും സംവിധായകർക്കും പ്രവർത്തിച്ചിട്ടും രഞ്ജിത്തിൻ്റെ സിനിമകൾ പരമ്പരാഗത നായകൻ്റെ ധാർമ്മികതയെ പുനർനിർമ്മിച്ചു. 90കളിലും 2000ത്തിലും ഹീറോകൾ അവരുടെ വീട്ടിലെ സ്ത്രീകളെ ശിക്ഷിക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ നായകന്മാർ പലപ്പോഴും സ്ത്രീകളിൽ നിന്ന് പഠിക്കും. മദ്രാസിലെ കാളി, കാലയിലെ കരികാലൻ, സർപ്പട്ട പരമ്പരയിലെ കപിലൻ എന്നിവർ പല ഘട്ടങ്ങളിലും ദുർബലരായിരുന്നു. അവരെക്കാൾ അല്ലെങ്കിൽ അവരെ നയിക്കാൻ സ്ക്രീനിലെ സ്ത്രീകൾക്ക് കഴിയുമായിരുന്നു. തങ്കലാൻ്റെ പ്രൊമോഷൻ പരിപാടിയിൽ നടി പാർവതി രഞ്ജിത്തിനെക്കുറിച്ച് പറഞ്ഞ കാര്യം കൂടി പറഞ്ഞു നിർത്താം. കല രാഷ്ട്രീയമാണ്. അതിനായി രഞ്ജിത്ത് ഒരു പടയെ നയിക്കുന്നു. നിങ്ങളുടെ പടയിൽ ഭാഗമായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അസമത്വത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചും അടിച്ചമർത്തലുകളെക്കുറിച്ചും രഞ്ജിത്ത് സംസാരിക്കുന്നു. തങ്കലാൻ സ്വാതന്ത്ര്യദിനത്തിൽ ഇറങ്ങുന്നത് യാദൃശ്ചികമല്ലെന്നാണ് ചുരുക്കത്തിൽ പാർവതി പറഞ്ഞു വച്ചത്.